കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ ഭക്ഷണ വിതരണം പാടില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം രേഖപ്പെടുത്തി. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് പൊതിച്ചോർ വിതരണമെന്ന് മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആരോഗ്യമന്ത്രി സാമന്ത രാജാവിനെ പോലെ പെരുമാറുകയാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ്. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സാജിദ് അജ്മൽ നൽകും കൂടുതൽ വിവരങ്ങൾ. സാജിദ്, ആശുപത്രി വളപ്പിനുള്ളിൽ അത്തരത്തിലുള്ള ഭക്ഷണ വിതരണങ്ങൾ പാടില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി അത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്താൽ മതി. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാനർ കെട്ടിയോ വേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യും, അത് സർക്കാർ തീരുമാനമാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുന്നു. ഡിവൈഎഫ്ഐ ഇന്നും പൊതിച്ചോർ വിതരണം നടത്തുകയാണോ മെഡിക്കൽ കോളേജിൽ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന കാര്യങ്ങൾ റിയാസ് എന്ത് പറഞ്ഞു? ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി സാധാരണ പൊതിച്ചോറ് നൽകുക എന്നുള്ളതിനപ്പുറം അത് ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലാണ് ഇന്ന് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചത്. ഈ ആരോഗ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും പുറത്തുനിന്നുള്ള രാഷ്ട്രീയ സംഘടനകളോ പാർട്ടികളോ അല്ല ഈ പൊതിച്ചോറ് വിതരണം ചെയ്യേണ്ടത്, മറിച്ച് അതൊരു കമ്മ്യൂണിറ്റി കിച്ചന്റെ സ്വഭാവത്തിൽ വിതരണം ചെയ്യാം എന്നുള്ളതാണ്. ആരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയോ മറ്റ് ഓരോ അടയാളങ്ങളും പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്ന് ഈ പൊതിച്ചോറ് ഡിവൈഎഫ്ഐ വിതരണം ചെയ്തു എന്ന് മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ മന്ത്രിയും നിലവിലെ ബേപ്പൂർ MLA-യുമായ മുഹമ്മദ് റിയാസും ആ പരിപാടിക്ക് എത്തി. അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഒരു ഈഗോയായി മന്ത്രി കാണരുത്. കഴിഞ്ഞ 9 വർഷമായി കേരളീയ സമൂഹം ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് പൊതിച്ചോറ്, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുകൂടിയാണ് റിയാസ് പറഞ്ഞത്. എന്തായാലും ഒരുപക്ഷെ ഇത് ഒരു ശക്തമായ നിലയിലേക്ക് ആരോഗ്യവകുപ്പ് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിലെ സെക്യൂരിറ്റിമാരും വേണ്ടി വന്നാൽ പോലീസിന്റെ സഹായത്തോടു കൂടി ഇത് തടയുന്നതിലേക്ക് പോവുകയും പിന്നീട് അത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നവും വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് അങ്ങനെ ആരും തടയുന്നൊരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. ഇന്നൊരു പ്രതിഷേധ സൂചകമായി ഡിവൈഎഫ്ഐ ഈ സാധാരണയിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ ആളുകളെത്തി, റിയാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെത്തി പൊതിച്ചോർ വിതരണം ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ പ്രതിഷേധ സൂചകമായി തന്നെ ഈ പൊതിച്ചോർ വിതരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ ഡിവൈഎഫ്ഐയുടെ തീരുമാനം? തീർച്ചയായും ഡിവൈഎഫ്ഐ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അത് തടയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കും തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ പൊതിച്ചോറുമായി എത്തുന്ന ആളുകളെ ഈ പോലീസിനെ ഉപയോഗിച്ച് തടയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. സംസ്ഥാന വ്യാപകമായി പ്രധാന ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഡിവൈഎഫ്ഐ അറിയിക്കുന്നത്. അത് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് തുടങ്ങും. അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം തന്നെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അത് ആരോഗ്യവകുപ്പ് ഈ മൊത്തം ആശുപത്രി മാത്രം ചെയ്യുന്ന ഒരു പദ്ധതിയാണോ അതോ ഈ എല്ലാ സംഘടനകളെയും കൂട്ടി കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുകയാണോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ തങ്ങളുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഡിവൈഎഫ്ഐ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൊതിച്ചോർ വിതരണം രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആശുപത്രിക്കുള്ളിൽ അത്തരം രാഷ്ട്രീയ കൊടികൾ വെച്ചുകൊണ്ടോ ബാനറുകൾ വെച്ചുകൊണ്ടോ അത്തരത്തിൽ ഭക്ഷണ വിതരണം വേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഉപഭോക്താക്കളായ അല്ലെങ്കിൽ പൊതിച്ചോർ വാങ്ങാനെത്തുന്നവരുടെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത്. അവർ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്, അവരുടെ ഓരോ വാക്കുകളിലേക്ക്. രോഗികളായ ഓരോ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും കൊടുക്കുന്ന ഈ ഭക്ഷണം ഒരിക്കലും ഒരു മന്ത്രിസ്ഥാനത്ത് നിന്നിട്ട് ഒരു മന്ത്രിമാരും നിർത്തലാക്കരുതെന്നാണ് അപേക്ഷിക്കാനുള്ളത്. എന്നാലും ഈ എണ്ണ നിർത്തരുത്. ഇത്രയും ജനങ്ങൾ വാങ്ങുന്നത് ഈ എണ്ണ ജീവിച്ചിട്ടാണ്. എത്രയോ പൈസ ഹോട്ടലിൽ കൊടുക്കേണ്ട ഈ എണ്ണ നിർത്തിയാണ് ബുദ്ധിമുട്ടാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് നിങ്ങളിപ്പോൾ കണ്ടില്ല എത്രയോ ആളുകൾക്ക് നിന്ന് ഭക്ഷണം വാങ്ങുന്നത്. ഇത്രയും ഉപകാരം ചെയ്യുന്ന സംഘടന ഡിവൈഎഫ്ഐ എന്നല്ല ഏത് സംഘടന ചെയ്താലും ഇതൊരു വലിയ പുണ്യമാണ്. പാവപ്പെട്ട ഇവിടെ നിൽക്കുന്ന ഒരുപാട് രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ചെയ്യുന്ന സംവിധാനം.
ഏതായാലും ഈ ഭക്ഷണ വിതരണം നിർത്തരുത് എന്നാണ് ഈ ഉപഭോക്താക്കളായ പൊതിച്ചോറ് വാങ്ങുന്നവർക്ക് പറയാനുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, വിമർശനങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കുമെന്ന് കണ്ടറിയാം.